ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ, ബാപ്പ ഉമ്മ ഒരാളിൽ നിന്റെ സമീപത്ത് താമസിക്കുമ്പോൾ വാർദ്ധക്യമെത്തിയാൽ, ഔ കിലാഹുമാ, അല്ലെങ്കിൽ രണ്ടാൾക്കും വാർദ്ധക്യമെത്തിയാൽ, വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നത് കണ്ടാൽ അവരെ നീ ഒരു ഭാഗത്ത് തളച്ചിടരുത്. നിന്നെ കുട്ടിക്കാലത്തൊരു പനി വന്നിട്ട് ദിനരാത്രങ്ങളോളം പണി മുടക്കിയിട്ട്, ഭക്ഷണം മുടക്കിയിട്ട്, ഉറക്കം മുടക്കിയിട്ട് പരിരക്ഷിച്ച പരിലാളിച്ച ഉമ്മാനെ വാപ്പാനെ പ്രായാധിക്യത്തിന് നീ അങ്ങ് വീട്ടു തടങ്കലിലാക്കരുത്. അവരെ നീ ശുശ്രൂഷിക്കണം. അവരെന്തെങ്കിലും കാലം മരിക്കും വരെ നോക്കിയാ മതിയല്ലോ എന്ന് കരുതിയിട്ടല്ല, വേണ്ടതുപോലെ നീ പരിചരിക്കണം. നല്ല നീയത്തോടെ നീ ശുശ്രൂഷിക്കണം. ലക്ഷങ്ങൾ ചെലവ് വന്നാലും കോടികൾ ചെലവ് വന്നാലും ബാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തത്തിനപ്പുറം ആ ലക്ഷങ്ങളും കോടികളും എത്തൂല. ചെലവഴിക്കാൻ മടിയുള്ളവർ എന്ത് പറയുന്നത്? മോനെ തീരെ സുഖല്ല, പാപ്പക്ക് നടക്കാനൊന്നും കഴിയണില്ല, അല്ലാത്ത വിഷമുണ്ട് എന്ന് പറഞ്ഞ പാപ്പ 65-70 ആയാലും അങ്ങനെയാണ്. നിങ്ങൾ നല്ലോണം ക്ഷമിച്ചോളൂ, അങ്ങനെയൊക്കെ ഉണ്ടാകും. എന്നാലും ഹോസ്പിറ്റലിൽ പോകാന്നല്ല പറയുന്നത്. 65 ആയില്ലേ വാപ്പ, ഇത്രയും കാലമുള്ള ആയുസ് തന്നില്ലേ, ഇനി ഒന്ന് റെസ്റ്റ് എടുത്തോളൂ, ഇനി എവിടേക്കും പോകണ്ട. അല്ല മോനെ, എനിക്കൊന്ന് നടന്നിട്ട് അങ്ങാടിക്കൊന്ന് പോയി കൂട്ടുകാരെ കാണാൻ അതാർക്കും ഉണ്ടാകൂലേ താല്പര്യം. വൈകുന്നേരമൊക്കെ ഒന്നൊരു 4 കൂട്ടുകാരോട് സലാം പറയാനും അവരോടൊപ്പരുന്നൊരു ചായ കുടിക്കാനും പള്ളിയിലേക്കൊന്ന് നടന്നു വരാനും ആർക്കാ മോഹമില്ലാതിരിക്കാം? മോനെ ഒന്ന് ട്രീറ്റ്മെന്റിന് അതൊക്കെ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടാ ബാപ്പ. അങ്ങാനും നിങ്ങളൊരു ഓപ്പറേഷൻ ചെയ്താല് പിന്നെ അതൊക്കെ നോക്കി നിൽക്കാൻ ആരെങ്കിലും കിട്ടും? എനിക്കെന്റെ ജോലിക്ക് പോകണ്ടേ? ഇന്നത്തെ ഭാഷയാ ഞാൻ പറയുന്നത്. എനിക്ക് ജോലിക്ക് പോയിട്ട് എന്റെ മക്കളൊക്കെ നോക്കണ്ടേ? അപ്പൊ ഈ ബാപ്പാനെ മറന്നു. ഈ മക്കള് വന്നപ്പോ ബാപ്പാനെ മറക്കാൻ പാടില്ല. പേരമക്കൾ വന്നാലും ബാപ്പാനെ മറക്കാൻ പാടില്ല. മക്കൾ 25 ആയാലും ബാപ്പാനെ മറക്കാൻ പാടില്ല, ഉമ്മാനെ മറക്കാൻ പാടില്ല. അവരെ വേണ്ടതുപോലെ ശുശ്രൂഷിക്കണം, വേണ്ടതുപോലെ പരിചരിക്കണം. എന്ത് സാഹസവും അതിനനുഭവിക്കണം. ആ ബാപ്പാനെ ഉമ്മാനെ പൊരുത്തം നേടണം. അതിന് കഠിനാധ്വാനം ചെയ്യണം. സ്വന്തം കാലിൽ നിൽക്കാൻ